ലാസ്റ്റ് ക്ലാസ്സിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് പറഞ്ഞത്. ഇന്ന് ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന്റെ നോക്കാം. ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും കുറെ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടേബിൾ തന്നെയാണ് ഇവിടെ ഇൻവേഴ്സിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്തായിരുന്നു? ഈക്വൽ ടു 1/s ആയിരുന്നു. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. അതേപോലെ ഈ ടേബിളിലുള്ള എല്ലാ ടേംസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ലാപ്ലാസിന്റെ കേസിൽ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോസ് ഒമേഗ t കിടക്കുന്നുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ t എന്തായിരുന്നു? ഈക്വൽ ടു s/s² + ω². അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. നമുക്ക് പ്രോബ്ലംസ് ആണല്ലോ ആവശ്യമുള്ളത്. അതിനു മുമ്പ് ജസ്റ്റ് കുറച്ച് തിയറം ആവശ്യമുണ്ട്. നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആയിരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് L ഓഫ് AF ഓഫ് t പ്ലസ് BG ഓഫ് t ഈക്വൽ ടു എന്തായിരുന്നു? ALF ഓഫ് t പ്ലസ് BLG ഓഫ് t. അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ലീനിയർ ആണ്. നിങ്ങൾക്ക് ഇത് തന്നെ പ്രൂവ് ചെയ്യാവുന്നതാണ്. രണ്ട് ഭാഗത്തും ഇൻവേഴ്സ് എടുത്ത് നോക്കിയിട്ട് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാര്യമായിട്ടൊന്നും പോകുന്നില്ല അതിൻ്റെ പ്രൂഫിലേക്ക്. നെക്സ്റ്റ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാനുള്ള കുറച്ച് എക്സാമ്പിൾസ്, അതിന് ഓരോ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ആദ്യം കുറച്ച് സിമ്പിളായ എക്സാമ്പിൾസ് നോക്കാം. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/s+2² ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ നമുക്കറിയാം L ഓഫ് t എന്തായിരുന്നു? L ഓഫ് t പവർ n എന്തായിരുന്നു? n⁻⁴s⁻n+1 അല്ലേ? നമുക്കിവിടെ ആവശ്യമുള്ള s+2² ആണ്. അപ്പോൾ ഇവിടെ n = 1 ആണ് നമുക്ക് ആവശ്യമുള്ളത്. L ഓഫ് t എന്ത് വരും? L ഓഫ് t എന്ത് വരും? ഈ കേസിൽ n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1/s² കിട്ടും. പിന്നെ ഷിഫ്റ്റിംഗ് തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, L ഓഫ് ഈ ടീന്റെ ഒപ്പം ഒരു e⁻at മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? എസിന്റെ സ്ഥാനത്ത് നമ്മൾ s-a വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് s-a² എന്ന് കിട്ടും. ഇനി ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ എന്താ ചോദിച്ചില്ല? ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/s+2² ആണ്. അപ്പൊ ഈ കേസിൽ ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹിയർ a = -2. നമുക്ക് a = -2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? L ഓഫ് t ടൈംസ് e⁻−2t = 1/s+2². അപ്പോൾ therefore ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/s+2² എന്തായിരിക്കും? t ടൈംസ് e⁻−2t. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ രീതിയിൽ ആലോചിക്കും, എന്നിട്ട് ഇൻവേഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 1/s + 1/s+2 + 1/s² - 4 ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണണം. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ലീനിയർ ആണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം പോലെ തന്നെ. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. L−1 ഓഫ് 1/s + L−1 ഓഫ്, അതേപോലെ ബാക്കി എല്ലാ ടേംസും അങ്ങനെ എഴുതാം. L−1 ഓഫ് 1/s എന്താണ്? 1 ആണ്. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 = 1/s ആണ്. നെക്സ്റ്റ് L−1 ഓഫ് 1/s+2 എന്താണ്? ഇത് ജസ്റ്റ് ഷിഫ്റ്റഡ് അല്ലേ? 1/s+2 എന്ന് പറഞ്ഞാൽ ഇതാ a = -2 കേസാണിത്. a = -2 കേസിലാണ് വരിക, ജസ്റ്റ് ഷിഫ്റ്റിംഗ്. അപ്പോൾ e⁻−2t എന്ന് വരും. അതേപോലെ L−1 ഓഫ് 1/s² - 4 ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. L−1 ഓഫ് L ഓഫ് സൈൻ ഹൈപ്പർബോളിക് ω t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ω/s² - ω² ആണ്. അപ്പൊ ഇതിനെ ഈ ഒരു ഒമേഗനെ ഞാൻ LHSലേക്ക് എടുത്തിട്ട് പിന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1/ω sin h ω t = L−1 ഓഫ് 1/s² - ω².
ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാൻ കേട്ടോ. ഞാൻ ഇതൊക്കെ കുറച്ച് സ്പീഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇത് കിട്ടും. അപ്പോൾ ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് L inverse of 1/s² minus omega square equal to 1 by omega times sin a hyperbolic omega t. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് തേർഡ് ടേമും കിട്ടും. ഇങ്ങനെ ഓരോ ടേമും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു ഫോർത്ത് എക്സാമ്പിൾ നോക്കും. ഫോർത്ത് എക്സാമ്പിൾ ഇതിൽ നിന്നാണ് നമുക്ക് നെക്സ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷന്റെ കേസ് ഒക്കെ വരുന്നത്. ഇത് ഏത് രീതിയിലാണ് വന്നിട്ടുണ്ട്? ഇത് s+1/s² + 2s ആണ്. ഇതൊരു ഫ്രാക്ഷൻ ഫോമിലാണ് കിടക്കുന്നത്. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 1 ആണ്, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എത്ര കിടക്കുന്നത്? 2 ആണ്. അപ്പൊ അത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനൊക്കെ ചെറുതാണ്. അപ്പൊ ഇതിന് നമുക്ക് ഡിനോമിനേറ്ററിനെ s² + 2s എങ്ങനെ എഴുതാൻ പറ്റും? s ടൈംസ് s+2 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഫൈനലി നമുക്ക് ഇതാണ് ഫ്രാക്ഷൻ ഉള്ളത്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? a/s + b/s+2. അതിനുശേഷം നമ്മൾ എയും ബിയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യും. എങ്ങനെയാണ് ആൻസറിലേക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ജനറൽ മെത്തേഡ് വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രാക്ഷൻ എഴുതിയത്? ഈ കേസിൽ നമുക്ക് a/s + b/s+2 ആയിട്ടാണ് ഇതിനെ എഴുതാൻ പറ്റിയത്. അപ്പോൾ ഓരോ രീതിയിൽ അതിന് പകരം s+1/s² ടൈംസ് s+2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും പാർഷ്യൽ ഫ്രാക്ഷൻ വരിക? എ ബി സി എത്ര ടേംസ് ഉണ്ടായിരിക്കും, എത്ര കോൺസ്റ്റൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും, അതൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ജനറൽ മെത്തേഡ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് പല പ്രോബ്ലത്തിലും ആവശ്യം വരും. ഓക്കെ, അതാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഈ കേസ് ഓക്കെ. അൺറിപ്പീറ്റഡ് ഫാക്ടർ s-, ഇതാണ് നേരത്തെ കണ്ടത്. s-a ഫോമില് ഡിനോമിനേറ്ററിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഫാക്ടേഴ്സ്, അതായത് s-a², s-2² ഒന്നും ഇവിടെ ഇല്ലല്ലോ, റിപ്പീറ്റ് ചെയ്തില്ല. ഈ ടൈപ്പിൽ ആണ് ഡിനോമിനേറ്ററിൽ വരുന്ന ഫാക്ടേഴ്സ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ എഴുതുക? അപ്പൊ ഈ കേസിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s+1/s ടൈംസ് s² + s-6 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ s-2 ടൈംസ് s+3 എന്ന് എഴുതാൻ പറ്റി. ഇനി നമ്മൾ ഇതിന് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വഴി ഇതിനെ a1/s + a2/ നെക്സ്റ്റ് ടേം a2/s-2 a3/s+3 ഇങ്ങനെ 3 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ 3 ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ a1, a2, a3 വേറെ വേറെ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ മെത്തേഡിൽ നോക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിലേക്ക് വരാം. ജസ്റ്റ് ഫുള്ള് എല്ലാ കേസുകളും പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇനി റിപ്പീറ്റഡ് ഫാക്ടർ വരികയായിരിക്കാം s-a⁴m. ഓക്കെ, റിപ്പീറ്റഡ് ഫാക്ടേഴ്സിന്റെ കേസ് ഇപ്പോൾ ഇപ്പോൾ s-a² നമുക്ക് ഒരു 1/s- a² അല്ല, 4s + 1/s- a² ആണ് ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യേണ്ടത് വിചാരിക്കാം. ഈ പാർഷ്യൽ ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ എഴുതണം? അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ a1/s - a പ്ലസ് a2/s - a² എന്ന് എഴുതും. ഓക്കെ, ഇവിടെ s - a പവർ ഏത് വരെയാണോ അതുവരെയും നമ്മൾ എഴുതണം. അപ്പൊ s - a³ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? a1/s - a പ്ലസ് a2/s - a² പിന്നെ a3/s - a³. എന്നിട്ട് ഈ കോഎഫിഷ്യൻസ് വാല്യുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ എക്സാമ്പിൾ വഴി വരാം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉപകാരം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിരിക്കും. ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ 2 സ്പ്ലിറ്റ് ആയിട്ട് എഴുതാൻ പറ്റും നമ്മൾ കാണിച്ചു. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഉപകാരം? ലീനിയാരിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് ഈ മെത്തേഡ്. ഓക്കെ, ഇതാണ് റിപ്പീറ്റഡ് ഫാക്ടേഴ്സിന്റെ കേസ്. ഇനി അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടേഴ്സ്. ഈ കോംപ്ലക്സ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ s² + 1 വന്നു വിചാരിക്കാം. ഇതിന്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? s² + 1 = s - i × s + i അല്ലേ? ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ റിയൽ റൂട്ട്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ s² + 1 വരികയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ഫോമാണ്, as + b/s² + 1. ഓക്കെ, ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ് വിചാരിക്കാം. s² + 1² ഡിനോമിനേറ്ററിൽ ഉണ്ട് വിചാരിക്കാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, അങ്ങനെ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, അത് ഉടനായിട്ട് ചോദിക്കണം. ഇപ്പൊ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ വരികയാണെങ്കിൽ നമ്മൾ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് സി എസ് പ്ലസ് ഡി ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതിന് ശേഷം എ ബി സി ഡിന്റെ വാല്യൂ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിൾ വഴി പറയാം. ഇത് ഈ 4 കേസ് ഓർത്തിരിക്കുക, പല എക്സാമ്പിൾസിലും ആവശ്യം വരും. ഓക്കെ, ഈ എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് ഞാൻ പറയാം, എയും ബിയും. ഈ എക്സാമ്പിളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിരുന്നില്ല, നോൺ റിപ്പീറ്റഡ് റിയൽ റൂട്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് എഴുതി, എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ടു എന്ന് എഴുതി ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷന്. എന്നിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ, എ ടൈംസ് എസ് പ്ലസ് ടു ബി ടൈംസ് എസ്, പിന്നെ ഡിനോമിനേറ്റർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് കളയും. നമുക്ക് എന്ത് കിട്ടും, എസ് പ്ലസ് വൺ ഈക്വൽ ടു എ ടൈംസ് എസ് പ്ലസ് ടു പ്ലസ് ബി എസ് എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എസിന് പല വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അപ്പൊ ഏറ്റവും എളുപ്പം എസിന് 0യും എസിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ കേസിൽ. കാരണം എസിന് 0 ഇട്ട് കൊടുത്താൽ ഇതിന് ബി പോകും, പിന്നെ എന്റെ വാല്യൂ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കേസിൽ ഹാഫ് ആണ് കിട്ടിയത്. അതേപോലെ എസിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിൽ, അങ്ങനെ ബിന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇങ്ങനെ കിട്ടിയതിന്റെ ഉപകാരം എന്താണ്, ഈ ഒരു ഫ്രാക്ഷൻ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതാൻ പറ്റി. ഇതുവഴി നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായി. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദിസ് പാർഷ്യൽ ഫ്രാക്ഷൻ ഈക്വൽ ടു ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി, ലീനിയാരിറ്റി ഉപയോഗിച്ചു, 2 ടേം ആയിട്ട് മാറി. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് എന്താണ്, 1 ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 2 എന്ത് വരും, ഇവിടെ ഷിഫ്റ്റിംഗ് തിയറി ഒക്കെ ഓർമ്മ വേണം, ഞാൻ ഡയറക്ട്ലി പറയുകയാണ്, ഇ പവർ -2t വരും. ഓക്കെ, അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് പല പാർഷ്യൽ ഫ്രാക്ഷന്റെ കേസിലും ഇത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, കുറച്ച് മുമ്പ് ചോദിച്ച നിങ്ങളെ സെം എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫംഗ്ഷൻ. ഇതൊന്നും ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഡെഫിനിഷൻ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫൈൻഡ് എൽ ഓഫ് 1, ഇതൊന്നും ഡയറക്റ്റ് ആൻസർ എഴുതി വെക്കരുത് കേട്ടോ. ഫൈൻഡ് എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് എഴുതി വെക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം, ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണം. ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് 0 ടു ഇൻഫിനിറ്റി എന്തായിരുന്നു, ഇ പവർ -st ടൈംസ് 1 dt. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഈ ലിമിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഫൈനലി 1 ബൈ എസ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ പ്രീവിയസ്ലി ചോദിച്ചതാണ് സെം എക്സാമിന്. ഗെറ്റ് എ റിഡക്ഷൻ ഫോർമുല ഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ n, hence or otherwise find L of t power n when n is a positive integer. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ്. ഈ റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഫോർമുല മാത്രം എഴുതാം, നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഇത് n ബൈ എസ് ടൈംസ് L of t പവർ n -1 ആണ് എനിക്ക് കിട്ടിയിരുന്നത്. ഓക്കെ, ഇതാണ് റിഡക്ഷൻ ഫോർമുല. ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിക്കർസീവ്ലി അപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. ഹെൻസ് ഓർ അതർവൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാമ ഫംഗ്ഷൻ വഴിയും ഇതിന്റെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഫൈനലി എന്ത് കിട്ടും, n ഫാക്ടോറിയൽ ബൈ എസ് പവർ n പ്ലസ് 1. ഓക്കെ, ഈ ആൻസറിലേക്ക് എത്താവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ഈ 3 ചോദ്യത്തിലോ, ഏതെങ്കിലും മെത്തേഡ്സിൽ എന്തെങ്കിലും, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡോ എന്തെങ്കിലും? ക്ലിയർ മനസ്സിലായി. ഓക്കെ അല്ലേ? ഈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്സ്, ഈ കേസുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അത് ചിലപ്പോൾ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഞാൻ ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. ഓക്കെ, ഇതുവരെ വന്നിട്ടില്ല, നോക്കട്ടെ ഇനി അടുത്ത ചോദ്യം. ഓക്കെ, കുറച്ചുകൂടി ചോദ്യം ഉണ്ട്. നോക്കാം. ഫൈൻഡ്, ഇതും പ്രീവിയസ്ലി ചോദിച്ചാണ്, ഇൻവേഴ്സ് ട്രാൻസ്ഫോം 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 25. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് സംതിങ്, ഇതൊരു സ്ക്വയർ ആണത്, 5 സ്ക്വയർ ആണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി എന്തായിരുന്നു, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ? ഇതിൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 5 ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാമായിരുന്നു, പക്ഷെ ഇവിടെ 5 ഇല്ല.
ഇതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. സിംപ്ലൈസ് 1/ω അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, സിംപ്ലൈസ് sin ωt equal to L inverse of കോൺസ്റ്റന്റ് ആണ് ഈ കേസിൽ. അപ്പൊ എന്ത് എഴുതാം? ഈക്വൽ ടു ഒമേഗ ടൈംസ് L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 1/ω ടൈംസ്, ഈ കേസിൽ 1/5 ആണ്. 1/5 ടൈംസ് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വന്നു. ക്ലിയർ അല്ലേ? ശബ്ദം ബ്രേക്ക് ആവുന്നൊന്നുമില്ലല്ലോ? കേൾക്കാം. ഓക്കെ, 1/5 ടൈംസ് സൈൻ 5t എന്ന് വരും. ഓക്കെ, നിങ്ങളത് സൈനും കോസൊക്കെ ഫോർമുല മറന്നുപോയാലും ഉടനടി നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. എങ്ങനെയാണ് ഇത് കാൽക്കുലേഷൻ വന്നിരുന്നത് ചെറുതായിട്ടൊന്ന് ഓർമ്മ വേണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എവിടുന്നായിരുന്നു? e⁻iωt ഈക്വൽ ടു cos ωt പ്ലസ് i sin ωt. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് പ്ലസ് i ടൈംസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എന്ന് കിട്ടും. ഇത് ഡയറക്ട്ലി പറയാവുന്നതാണ്. ദിസ് ഈസ് ഈക്വൽ ടു 1/s മൈനസ് iω അല്ലെ? 1/s മൈനസ് iω. എന്നിട്ട് ഇതിനെ s പ്ലസ് iω കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, എന്നിട്ട് റിയൽ പാർട്ടും കോംപ്ലക്സ് പാർട്ടും റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്തിട്ടാണ് ഇത് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പൊ മറന്നു പോയാലും പെട്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് L ഇൻവേഴ്സ് ഓഫ്, ഓക്കെ, ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. ഇതിൽ 4s പ്ലസ് 1/s² മൈനസ് 16 ആണ്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? എനിക്ക് 4s പ്ലസ് s മൈനസ് 4 ഇൻറ്റു s പ്ലസ് 4 എന്ന് എഴുതാം. ഇതിനെ ഞാൻ എങ്ങനെ എഴുതണം? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ റിപ്പീറ്റ് ചെയ്തതൊന്നും വരുന്നില്ല, ഇതിലൊക്കെ റിയൽ റൂട്ട്സ് ആണുള്ളത്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? എനിക്ക് a/s മൈനസ് 4 പ്ലസ് b/s പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് കുറച്ച് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ് 4s പ്ലസ് 1 ഈക്വൽ ടു a ടൈംസ് s പ്ലസ് 4 പ്ലസ് b ടൈംസ് s മൈനസ് 4. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എയും ബിയും ഇവാലുവേറ്റ് ചെയ്യാം. എയും ബി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഏറ്റവും എളുപ്പം എസിന് 4ഉം മൈനസ് 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. s ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 17 ഈക്വൽ ടു 8a എന്ന് കിട്ടും. s ഈക്വൽ ടു മൈനസ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ഈ ക്വസ്റ്റനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം, ഡൗട്ടിന് ക്ലിയർ ആയിട്ടില്ല പറയണം. s ഈക്വൽ ടു മൈനസ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 15 ഈക്വൽ ടു -8a എന്ന് കിട്ടും. സോറി, -8b എന്ന് കിട്ടും. അപ്പൊ എന്ത്? a ഈക്വൽ ടു 17/8 എന്ന് കിട്ടി, b ഈക്വൽ ടു 15/8 എന്നും കിട്ടി. അപ്പോ ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 17/8 ടൈംസ് 1/s മൈനസ് 4 പ്ലസ് 15/8 ടൈംസ് 1/s പ്ലസ് 4. ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്തൂല്ലോ ഇതിന്റെ ലാപ്ലാസ്, സോറി, ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ട്രാൻസ്ഫോം L ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 17/8 ടൈംസ് e power minus 40 plus 15/8 times e power okay 8 minus 40 അല്ല 40 ഷിഫ്റ്റിംഗ് there ആണ്. അപ്പോൾ ഇത് e power 40 15/8 times e power minus 40. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഫൈനൽ ആൻസർ. ഇതിലേക്ക് എത്തിയത് ഞാൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലീനിയാരിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. വേറെ വേറെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ,
ഒരു റെസ്പോൺസിബിൾ. ഓക്കെ. സിമിലർലി ഇതും പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഫുൾ ചെയ്യുന്നില്ല. സാർ ഒറ്റ മിനിറ്റ്, ചോദിക്കും. നിങ്ങളവിടെ ഇല്ലേ ശ്രീഹരി, രേഖ, ആകാശ്? ഒരാള് സാർ ഉണ്ട് സാർ. അൺമ്യൂട്ട് ചെയ്തിട്ട് എന്താ അറിയോ, നല്ല ബോറിംഗ് ആയിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യും. നമ്മള് എന്തിനും മടിക്കുന്നത്? മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല, ഇത് രണ്ടില് പറയാനുള്ളൂ. നമുക്ക് രണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, രേഖ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യേ. അത് നിങ്ങക്ക് അതിന് പ്രയാസം ഉണ്ടാവും തോന്നണില്ല. മനസ്സിലായിട്ടില്ലേ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് വീണ്ടും പറയാലോ. അത് ഞാൻ സ്റ്റെപ്പ് കുറെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് മാത്രം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം, ഇപ്പൊ തന്നെ പറയണം. നെക്സ്റ്റ്, ഇത് ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല. ഇതിനെ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് പറയാം. ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എ പാർട്ടിന്റെ എസ് മൈനസ് എ ബൈ എസ് ടൈംസ് എസ് പ്ലസ് എ. ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? എ ബൈ എസ് എഴുതും. പിന്നെ നെക്സ്റ്റ് ടേം ബി ബൈ എസ് പ്ലസ് എ. അതിനുശേഷം നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഇൻവേഴ്സ് ട്രാൻസ്ഫോം, അതിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എസ് പ്ലസ് വൺ ബൈ എസ് സ്ക്വയർ ടൈംസ് എസ് സ്ക്വയർ പ്ലസ് വൺ. ഓക്കെ, ഇത് നല്ല എക്സാമ്പിൾ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ എഴുതും? ഇതിൽ എസ് ഉണ്ട്, എസ് അല്ല എസ് സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്ത് വേണം? ആദ്യം നമ്മൾ എ ബൈ എസ് എന്തായാലും വേണം. പിന്നെ എന്ത് വേണം? ബി ബൈ എസ് സ്ക്വയർ വേണം. റിപ്പീറ്റഡ് റൂട്ട്സിന്റെ കേസ് ഞാൻ ഒന്നും കൂടി പറയാണ്. നമ്മളെ കേസ് 2 എന്തായിരുന്നു? എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുണ്ടെങ്കിൽ ഞാൻ A1 ബൈ എസ് മൈനസ് എ എന്ന് എഴുതും. പിന്നെ പ്ലസ് A2 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. പവർ ക്യൂബ് ഉണ്ടെങ്കിൽ എസ് മൈനസ് എ വേണം, എസ് മൈനസ് എ ഹോൾ സ്ക്വയർ വേണം, എസ് മൈനസ് എ ഹോൾ ക്യൂബ് വേണം. അങ്ങനെ 3 ടേം വരും. അപ്പൊ ഈ കേസിൽ 2 ഉള്ളൂ. അപ്പോ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ വരും. പിന്നെ നെക്സ്റ്റ് എസ് സ്ക്വയർ പ്ലസ് 1 എന്നൊരു ടേം ഉണ്ട്. ഇതിന് കോംപ്ലക്സ് റൂട്ട് ഉള്ളത്. ഇംപ്ലൈസ് എസ് ഈക്വൽ ടു ഐ മൈനസ് ഐ, അല്ലെ? എസ് സ്ക്വയർ പ്ലസ് 1ന്റെ റൂട്ട്സ് ഐയും മൈനസും ഐ ആണ്. അപ്പൊ കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ടേം എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? സി എസ് പ്ലസ് ഡി ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അത് നമ്മളുടെ കേസ് 3 ആയിരുന്നു. ഇതും കൂടി റിമൈൻഡ് ചെയ്യാണ്. അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ, ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് 1ന്റെ ഹോൾ സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് കുറച്ച് കോൺസ്റ്റൻസ് വീണ്ടും കൂടും. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എസ് സ്ക്വയർ പ്ലസ് 1ന്റെ ഹോൾ സ്ക്വയർ ഉണ്ടെങ്കിൽ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 വരും. സി എസ് പ്ലസ് ഡി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും. അപ്പൊ നമുക്ക് ഹോൾ സ്ക്വയർ ഇല്ല, ഇങ്ങനെ ഒരു ടേം ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതിനെ ഞാൻ എങ്ങനെ എഴുതും? എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് 1, അങ്ങനെ ഒരു ടേം കൂടി എഴുതി. ഇപ്പോൾ ഇവിടെ 4 കോൺസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈസിലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം സംഭവം എളുപ്പമാണ്, കാൽക്കുലേഷൻ ഒക്കെ എളുപ്പമാണ്. സി പാർട്ട് നോക്കി. സി പാർട്ട് ഇതേപോലത്തെ സെയിം ടൈപ്പ് ആണ്. എസ് മൈനസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ടൈംസ് എസ് സ്ക്വയർ പ്ലസ് 4. ഇതിനെങ്ങനെ എഴുതാം? എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് അഗെയിൻ എസ് സ്ക്വയർ പ്ലസ് 4ന് റൂട്ട്സ് ഉള്ളത് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോ ഇതിനെങ്ങനെ വരും? അഗെയിൻ സെയിം സി എസ് പ്ലസ് ഡി ബൈ എസ് സ്ക്വയർ പ്ലസ് 4 വരും. ഇങ്ങനെ എഴുതാൻ എന്നിട്ട് എ ബി സി ഡി നിങ്ങൾക്ക് ഈസിലി വാല്യൂറ്റ് ചെയ്യാവുന്നതാണ്. ഫുള്ള് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എസിന് വാല്യൂസ് എത്ര വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എളുപ്പമുള്ള അനുസരിച്ച് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഫൈനലി ആൻസർ ഇതിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ നോക്കി പോകണം. 4 മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്, 4 കേസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെങ്ങനെ എഴുതാം? 4 ബൈ എസ് പ്ലസ് 1 ടൈംസ് എസ് പ്ലസ് 2ന് ഈസിയാണ്. ഇത് എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 എന്ന് എഴുതും. ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഡയറക്ട്ലി എഴുതി പോകുന്നുണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻസ് ഒക്കെ, ആ കേസ് ഒക്കെ അസ്യൂം ചെയ്തിട്ട്. നെക്സ്റ്റ്, ഇതിലും ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. 1 ബൈ എസ് ടൈംസ് എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. ഇതെങ്ങനെ എഴുതും? എ ബൈ എസ് പ്ലസ്, ഇനി എന്താണ് വേണ്ടത്? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിന് റൂട്ട് റിയൽ റൂട്ട് ഉണ്ടോ? നോ റിയൽ റൂട്ട്സ്, ഒക്കെ കോംപ്ലക്സ് റൂട്ട്സ് ആണ്.
അപ്പൊ ഇതിനെ ഞാൻ ഈ ഫോമിൽ എഴുതണം, ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാവുന്നതാണ്. ആണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം കേട്ടോ. നമുക്ക് നോക്കാവുന്ന ഇതിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒക്കെ ഇത് 1/s പ്ലസ് 2 ടൈംസ് s മൈനസ് √3 ആയിരുന്നു. ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷന് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി എയും ബി ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ? പാർഷ്യൽ ഫ്രാക്ഷൻസിന് ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഇനി വേറൊരു കാര്യം കൂടി, അത് എക്സാമ്പിൾസിൽ വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൽ ഇപ്പൊ ഒരു സപ്പോസ് ഒരു എഫ് ഓഫ് എസ് ബൈ ജി ഓഫ് എസ് ഉണ്ട് വിചാരിക്കാം, വേർ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എസ്. ഈ ഒരു കേസ് വരികയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എസ്, ഡിഗ്രി ഓഫ് ജി ഓഫ് എസ്, ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എസ് ബൈ ജി ഓഫ് എസിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് മാറ്റണം. ഇത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ ചെറുത് വരുന്ന രീതിയിലേക്ക് മാറ്റണം. അതിനുശേഷം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ ദെൻ ഡിവൈഡ് എഫ് ബൈ ജി. ഓക്കെ, അതിനുശേഷം പ്രൊസീഡ് ചെയ്യാം. ഇതുവരെ വന്ന കേസിൽ അങ്ങനെ ആയിരുന്നില്ല. ഡിനോമിനേറ്ററിൽ എപ്പോഴും ഡിഗ്രി 2, 3 ഒക്കെ ഉണ്ടായിരുന്നു, ന്യൂമറേറ്ററിൽ 1 ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കിയാലോ. നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഡെറിവേറ്റീവ് എഫ് ഓഫ് ടി. ഇതില് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ആണ് എൽ ഓഫ് എഫ് പ്രൈം. എൽ ഓഫ് എഫ് പ്രൈം നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ മൈനസ് എസ് ടി ടൈംസ് എഫ് പ്രൈം ഓഫ് ടി, ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 0 to ഇൻഫിനിറ്റി. ഇതെങ്ങനെ വരിക? നിങ്ങൾ ഇന്റഗ്രൽ യു വിന്റെ ഫോർമുല മറക്കരുത്. യു ടൈംസ് ഫസ്റ്റ് ഫംഗ്ഷൻ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ടൈംസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഫോർമുല കിട്ടും. എൽ ഓഫ് എഫ് പ്രൈം ഈക്വൽ ടു എസ് ടൈംസ് എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0 എന്ന് കിട്ടും. സിമിലർലി ഇത് വീണ്ടും ഇപ്പോൾ എഫ് ഡബിൾ പ്രൈമിന്റെ കേസിൽ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. എൽ എഫ് ഡബിൾ പ്രൈം ഈക്വൽ ടു ഈ ഒരു ഫോർമുല കിട്ടും. അതേപോലെ ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ കാണാൻ, ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ എൽ എഫ് ഡബിൾ പ്രൈമിൽ നമ്മൾ എസ് സ്ക്വയറിന്റെ ടേംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എസ് സ്ക്വയർ ടൈംസ് ഫസ്റ്റ് ടേം എപ്പോഴും എൽ ഓഫ് എഫ് ആയിരിക്കും. ഇതിലൊക്കെ എൽ ഓഫ് എഫ് ആണ് ഫസ്റ്റ് ടേം. നെക്സ്റ്റ് എന്താണ്? എസിന്റെ പവർ കുറഞ്ഞു വന്നു. എസ് സ്ക്വയർ ഉള്ളത് എസ് ആയി മാറി. അത് മുതൽ നമ്മൾ എഫ് ഓഫ് 0, എഫ് ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇങ്ങനത്തെ ടേംസ് ഒക്കെ ചേർക്കും. എല്ലാം മൈനസിലായിരിക്കും. അപ്പോൾ ഇൻ ജനറൽ nth ഡെറിവേറ്റീവ് എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല ഇതാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് nth ഡെറിവേറ്റീവ് എഫ് ഈക്വൽ ടു എസ് പവർ n ടൈംസ് എൽ എഫ് മൈനസ് എസ് പവർ n മൈനസ് 1. ശ്രദ്ധിക്കുക, എസിന്റെ പവർ കുറഞ്ഞു വരികയാണ്. ഇവിടെ ഫസ്റ്റ് ടേം ഒഴികെ ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. ഇതിന്റെ ഒപ്പം വരുന്ന എന്താണ്? എഫ് ഓഫ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എഫ് ഡാഷ് ഓഫ് 0 അപ് ടിൽ n-1th ടൈംസ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റഡ് അറ്റ് 0, അതുവരെയും പ്രൊസീഡ് ചെയ്യും. ഇങ്ങനെ ഓർത്ത് വെക്കുക ഫോർമുലാസ്. ഓക്കെ, ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഒന്ന് നോക്കാം. എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയറിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡെറിവേറ്റീവ് മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ എഫ് പ്രൈം ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തത് 2t ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. എൽ ഓഫ് എഫ് പ്രൈം ഓഫ് ടി ഈക്വൽ ടു എസ് ടൈംസ് എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0. അപ്പോൾ എഫ് പ്രൈമിന്റെ വാല്യൂ 2t ആയിരുന്നു. ലീനിയാരിറ്റി വെച്ച് 2 പുറത്തേക്ക് എടുത്തു. എൽ ഓഫ് ടിന്റെ വാല്യൂ എന്താണ്? ഇതൊക്കെ ഓർമ്മ വേണം. എൽ ഓഫ് ടി പവറിന്റെ വാല്യൂ 1/s സ്ക്വയർ ആണ്. ഇവിടെ ഈക്വൽ ടു എസ് ടൈംസ് എൽ ഓഫ് ടി സ്ക്വയർ. നമുക്ക് കാണാനുള്ളത് എൽ ഓഫ് ടി സ്ക്വയർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2/s ക്യൂബ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് എൽ ഓഫ് ടി പവറിന്റെ കേസ് നിങ്ങൾ ഫോർമുല ഓർമ്മ വേണം. എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ s പവർ n പ്ലസ് 1 ആയിരുന്നു എൽ ഓഫ് ടി പവർ n. ഓക്കെ, ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ ചെയ്യാം, എക്സാമ്പിൾസ് ഒക്കെ.
ഒരു ഓക്കെ, ഇതും പ്രീവിയസ്ലി ചോദിച്ചതാണ്, സെം എക്സാം ചോദിച്ചതാണ്. ഇതിന്റെ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ട് റൈറ്റ്. ഇപ്പൊ എന്ത് വരും? എൽ ഓഫ് എഫ് പ്രൈം ഓഫ് ടി. ഇതിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണുള്ളത്, അപ്പൊ നമ്മൾ എസ് സ്ക്വയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എസ് സ്ക്വയറിന്റെ ഒപ്പം വരുന്ന ടേം ഏതാണ്? എൽ ഓഫ് എഫ്. നെക്സ്റ്റ് വരുന്ന ടേം ഒക്കെ നെഗറ്റീവ് മൈനസിലാണ് വരിക. അപ്പോൾ എസ് സ്ക്വയർ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഏതാ വരിക? അവിടെ എസ് വരും, എസ് ടൈംസ് എഫ് ഓഫ് 0. അത് കഴിഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് എഫ് പ്രൈം ഓഫ് 0ലേക്ക് പോകണം, മൈനസ് എഫ് പ്രൈം ഓഫ് 0. എസ് പവർ 1 ഉള്ളത് എസ് പവർ 0 ആയി മാറി. ഇതായിരിക്കും ഫോർമുല. ജസ്റ്റ് ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ഡിഫറൻഷിയേഷൻ മെത്തേഡ്. എൽ ഓഫ് ടി കോസ് എ ടി ഞാൻ ചെയ്യാം, സൈൻ ടി സൈൻ എ ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഞാൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി കോസ് എ ടി എടുക്കുകയാണ്. എഫ് പ്രൈമിന്റെ വാല്യൂ എന്താ വരിക? കാൽക്കുലേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഞാൻ ഡയറക്റ്റ്ലി എഴുതുകയാണ്. മൈനസ് എ ടി സൈൻ എ ടി. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മിസ്റ്റേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ പറയണേ, ഞാൻ വേഗം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് എഴുതാണ്. എഫ് ഡബിൾ പ്രൈം ഓഫ് ടി എന്ത് വരും? കോസ് എ ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഓക്കെ സൈൻ എ ടി മൈനസ് എ സ്ക്വയർ ടി കോസ് എ ടി. ഇതാണ് തോന്നുന്നത്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. ഇതിൽ ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. എഫ് പ്രൈം എഫ് ഡബിൾ പ്രൈം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതിൽ ഈ ടി കോസ് എ ടി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ്? നമ്മൾ തുടങ്ങിയ ഫംഗ്ഷൻ എഫ് തന്നെയാണ്. അപ്പൊ അത് ഞാൻ അവിടെ എഫിനെ വെച്ച് റീപ്ലേസ് ചെയ്യണം. എ സ്ക്വയർ എഫ്. ഓക്കെ, ഇനി ഞാൻ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എൽ ഓഫ് എഫ് ഡബിൾ പ്രൈം. ഓക്കെ, ഈ കേസിൽ എന്താണ്? എഫ് ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ്. എൽ ഓഫ് മൈനസ് എ സൈൻ എ ടി. ഓക്കെ, മൈനസ് 2a സൈൻ എ ടി ആണ്. മൈനസ് 2a സൈൻ എ ടി മൈനസ് എ സ്ക്വയർ ടൈംസ് എൽ ഓഫ് എഫ്. ഇതാണ് എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ പ്രൈം. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മളൊക്കെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ടൈംസ് എൽ ഓഫ് എഫ്. ഇനി എഫ് ഓഫ് 0 എഫ് പ്രൈം ഓഫ് 0 ഒക്കെ വേണം. ഈ കേസിൽ എഫ് എന്താണ്? ടി ടൈംസ് കോസ് എ ടി ആണ്. അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. എഫ് പ്രൈം ഓഫ് 0 ഈക്വൽ ടു എന്താണ്? ചെക്ക് ചെയ്യാട്ടോ. എഫ് പ്രൈം ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഫൈനലി ഇതാണ് ഇക്വേഷൻ. ഇതിൽ നിന്ന് ഈസിലി എൽ ഓഫ് എഫ് കാൽക്കുലേറ്റ് ചെയ്തോടെ. എൽ ഓഫ് എഫ് ടൈംസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു, ഒരു മിനിറ്റ്, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. ഓക്കെ അല്ലേ? കറക്റ്റ്. ഓക്കെ, ഈക്വൽ ടു 1 പ്ലസ് 1 മൈനസ് എൽ ഓഫ് 2a സൈൻ എ ടി. ഓക്കെ, ഇത് എങ്ങനെ എഴുതാം? 1 മൈനസ് 2a ടൈംസ് എൽ ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? a ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, കറക്റ്റ്. സിംപ്ലിഫൈ ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. Therefore, ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി കൺക്ലൂഡ് ചെയ്യാം എൽ ഓഫ് എഫ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഈ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടി കോസ് എ ടിന്റെ ആണ് ചെയ്തിട്ടുള്ളത്. സിമിലർലി ടി സൈൻ എ ടിയും ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ അല്ലേ? മെത്തേഡ് ജസ്റ്റ് ഇതാണ്. ഈ ഒരു ഫോർമുലയിൽ ഞാൻ എഫിന് ടി കോസ് എ ടി എടുത്തു, ബാക്കി നിങ്ങൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടി സൈൻ ഒമേഗ ടി ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്താണ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് എഫ് ഡബിൾ പ്രൈം എടുത്തു,
ഒരു ഇക്വേഷൻ നിന്ന് കിട്ടി. എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യണം, എഫ് പ്രൈം ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ടേമാണ് ഇക്വേഷനിൽ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് അപ്ലൈ ചെയ്തു ഇക്വേഷൻ. ഫൈനലി ആൻസർ കിട്ടി. നെക്സ്റ്റ് മെയിൻ ടോപ്പിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പൊ ഇതിൽ കാര്യമായിട്ട് ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സെക്കൻഡ് ഓർഡർ ആണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇതില് വിത്ത് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് വേണം. y ഓഫ് 0 ഗിവൺ ആണ്, y ഡാഷ് ഓഫ് 0 ഗിവൺ ആണ്. എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് വെച്ച് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ രണ്ട് ഭാഗത്തും ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. രണ്ട് ഭാഗത്തും ലാപ്ലാസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? എന്നിട്ട് ഞാൻ എൽ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടിനെ ഞാൻ ക്യാപിറ്റൽ y ഓഫ് എസ് എന്ന് വിളിക്കും. ഇവിടെ RHS ഉണ്ടായിരുന്ന r ഓഫ് ടി, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ഞാൻ ക്യാപിറ്റൽ R ഓഫ് എസ് എന്ന് വിളിക്കും. എങ്കിൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്താ കിട്ടുക? പിന്നെ എൽ ഓഫ് ഡബിൾ പ്രൈം, എൽ ഓഫ് y ഡബിൾ പ്രൈം നമുക്ക് ഫോർമുല അറിയാം ഓൾറെഡി. എൽ ഓഫ് y പ്രൈമിന്റെ ഫോർമുല നമുക്കറിയാം. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഫൈനലി ഒരു ഇക്വേഷൻ കിട്ടും, വൈയും y ഓഫ് എസിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് y ഓഫ് എസ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ y ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y ഓഫ് എസ്, ക്യാപിറ്റൽ Y ഓഫ് എസ് ഈക്വൽ എന്തായിരുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടി. നമുക്ക് കാണേണ്ടത് എന്താണ്? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ആണ്. അപ്പൊ y കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് y കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താൽ പോരെ. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താൽ എന്ത് കിട്ടും? എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ Y ഓഫ് എസ് കണ്ടാൽ നമുക്ക് സ്മോൾ y കിട്ടും, y ഓഫ് ടി കിട്ടും. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ എന്താണ് മെത്തേഡ് എന്ന് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും, അതിൽ നിന്ന് ക്യാപിറ്റൽ Y ഓഫ് എസ് ആയ ഈ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് ഓൾറെഡി ആൻസർ സോൾവ്ഡ് ആണ്. ഇതിൽ ഇനി നമ്മൾ വേറെ വാല്യൂസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സെക്കൻഡ് ഓർഡറിന്റെ കേസിൽ രണ്ട് നമ്മൾ കോൺസ്റ്റൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ ഒക്കെ ഇട്ടുമായിരുന്നു. ഈ മെത്തേഡ് ഇങ്ങനെ ഫോളോ ചെയ്താൽ ഡയറക്റ്റ്ലി കിട്ടുന്നത് സൊല്യൂഷൻ തന്നെയായിരിക്കും. ഒരു ഈസി പ്രോബ്ലം നോക്കാം. സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y ഡബിൾ പ്രൈം മൈനസ് y ഈക്വൽ ടു ടി, y ഓഫ് 0 ഈക്വൽ ടു 1, y പ്രൈം ഓഫ് 0 ഈക്വൽ ടു 1. അപ്പൊ ഇതിൽ രണ്ട് ഭാഗത്തും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. RHS ടി ആയിരുന്നു, അപ്പൊ എൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം 1/s² ആണ്. ഇത് ജസ്റ്റ് ഫോർമുല ഒക്കെ എഴുതി ഫൈനലി എന്താ ചെയ്യുന്നത്? പിന്നെ y ഓഫ് എസ് ഇവാലുവേറ്റ് ചെയ്തെടുത്തു. y ഓഫ് എസ് ഇവാലുവേറ്റ് ചെയ്തെടുത്തു. y ഓഫ് എസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. പിന്നെ അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. അവിടെ s+1/s² - 1 ഒക്കെ ഉണ്ട്. അല്ല, ഇതിൽ വേണമെങ്കിൽ s+1 കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഈ ടേം ഒക്കെ ഉണ്ടല്ലോ 1/s² ടൈംസ് s² - 1, ഇതിൽ പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വെച്ചിട്ട് ചെയ്ത്. ഓക്കെ, ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെ വേണം. അവർ ഡയറക്ട്ലി ഫ്രാക്ഷൻ ഇങ്ങനെയാണെന്ന് എഴുതി പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ക്ലിയർ ആവും. എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക കേട്ടോ. y ഡബിൾ പ്രൈം, ഇത് ഞാൻ ആദ്യം എന്ത് ചെയ്യും? എൽ ഓഫ് y ഡബിൾ പ്രൈം പ്ലസ് a² എൽ ഓഫ് y ഈക്വൽ ടു എൽ ഓഫ് 0 എന്താണ്? 0 ആണ്. അപ്പോൾ എൽ ഓഫ് y ഡബിൾ പ്രൈമിന്റെ ഇക്വേഷൻ എന്താണ്? s² ടൈംസ് എൽ ഓഫ് y. എൽ ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് s ആണ്. മൈനസ് എസ് ടൈംസ് y ഓഫ് 0. y ഓഫ് 0 ഗിവൺ ആണ് a മൈനസ് y ഡാഷ് ഓഫ് 0. y ഡാഷ് ഓഫ് 0 എന്താണ്? ഗിവൺ b ആണ്. പ്ലസ് നെക്സ്റ്റ് a² ടൈംസ് y ഓഫ് s ഈക്വൽ ടു 0. ഇതിൽ നിന്ന് y ഓഫ് s ഈക്വൽ ടു എന്ത് കിട്ടും? y ഓഫ് s ഈക്വൽ ടു as പ്ലസ് b ബൈ s² പ്ലസ് a² എന്ന് കിട്ടും. ഗിവൺ y ഓഫ് t ഈക്വൽ ടു എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് y of s is equal to L inverse of as by s² plus a²
plus L inverse of b by s square plus a square. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് ടേം നിങ്ങൾക്ക് ഓർമ്മ വേണം, കോസ് ഒമേഗ ടി അല്ലെങ്കിൽ കോസ് എ ടി ആണ്. കോസ് എ ടി ഫോമിലാണ് വരിക. അപ്പൊ എ കോസ് എ ടി. നെക്സ്റ്റില് ഒരു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇത് എൽ ഓഫ് സൈൻ എ ടി ആണ്. ഒരു എന്റെ മിസ്സിംഗ് ഉണ്ട്, അപ്പൊ നമുക്ക് 1/a വേണ്ടി വരും. പ്ലസ് ബി ബൈ എ സൈൻ എ ടി എന്ന് വരും. കറക്റ്റ് അല്ലേ? യെസ്. ഇങ്ങനെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് വെച്ചിട്ട്. ക്ലിയർ അല്ലേ? മെത്തേഡ് എടുത്തപ്പോൾ എക്സാമ്പിൾ കൂടി ചെയ്തപ്പോൾ അത് കുറെ എക്സാമ്പിൾസ് ഓൾറെഡി നോട്ട്സിലുണ്ട്, എല്ലാം നോക്കാം. ഓക്കെ, ഇതിൽ ഫൈനലി ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വന്നില്ല. ഈ ഇനീഷ്യൽ വാല്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷനിൽ തന്നെ വന്നു. ഏത് നമ്മുടെ എൽ ഓഫ് വൈ ഡബിൾ പ്രൈമിന്റെ ഈ ഇക്വേഷനിൽ നമുക്ക് y ഓഫ് 0 ഉണ്ടായിരുന്നു, y ഡാഷ് ഓഫ് 0 ഉണ്ടായിരുന്നു. അതെല്ലാം ആ കണ്ടീഷനിൽ വന്നു. ക്യാപിറ്റൽ Y ഓഫ് എസ് സോൾവ് ചെയ്തു. അതുവഴി ഫൈനൽ ആൻസറിലേക്ക് എത്തി. നെക്സ്റ്റ് ഒരു ചോദ്യം, ക്യാൻ വി സോൾവ് ഓൾ ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം? പറ്റുമോ? ഇല്ല, നോ. ലീനിയർ പറ്റും. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. വേരിയബിൾ കോഎഫിഷ്യന്റ് ആകുമ്പോൾ വേറെ പ്രശ്നമാണ്. ഈ കേസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് എ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. 1 ഇവിടെ ഉള്ള കോഎഫിഷ്യന്റ് 1 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാതും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി മാറും. ഇത് ലീനിയർ അല്ലാത്തതൊക്കെ ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മെത്തേഡിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇത് ഡയറക്ട്ലി എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, കുറെ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ഇതിലൊക്കെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് എങ്ങനെ എഴുതാമെന്നുള്ളത്. 4 ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ. ഇതിൽ പറയുന്നത് ക്യാപിറ്റൽ എഫ് ഒരു ഫംഗ്ഷൻ ഗിവൺ ആണ്, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ്. എങ്കിൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓഫ് യു ഡി യു ഫ്രം 0 to t. ദിസ് ഈസ് ഈക്വൽ ടു 1/s ടൈംസ് എഫ് ഓഫ് എസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം പറയാം. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/s ടൈംസ് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t സ്മോൾ എഫ് ഓഫ് യു ഡി യു. cos t dt. ഓക്കെ, അപ്പോ cos t dt. ഓക്കെ, ഫസ്റ്റ് ഈ കേസിൽ എഫ് എന്താണ്? cos t ആണ്. അപ്പൊ ക്യാപിറ്റൽ എഫ് എന്ത് വരും? cos ഒമേഗ ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, s ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോ എൽ ഓഫ് എഫ് ഈക്വൽ ടു ഈ കേസിൽ ഒമേഗ 1 ആണ്. അപ്പോൾ s ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഫോർമുല എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ഇന്റഗ്രൽ എഫ് ഓഫ് യു ഡി യു ഈക്വൽ ടു 1/s ടൈംസ് എഫ് ഓഫ് എസ് ആണ്. അപ്പൊ ഫൈനലി ആൻസർ എന്ത് വരും? ആൻസർ ഈക്വൽ ടു 1/s ടൈംസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. എസ് ക്യാൻസൽ ചെയ്ത് 1/s സ്ക്വയർ പ്ലസ് 1 ആൻസർ കിട്ടി. സിമിലർലി ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഫോർമുല മറക്കരുത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ സ്മോൾ എഫ് ഓഫ് യു ഡി യു ഈക്വൽ ടു 1/s ടൈംസ് എഫ് ഓഫ് എസ്. ഫോർമുല മാത്രമായിട്ട് തന്നെ ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് റിലേഷൻ ബിറ്റ്വീൻ എൽ ഓഫ് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ആൻഡ് എൽ ഓഫ് എഫ് ഓഫ് ടി. എന്താണ് വരിക? എൽ ഓഫ് ഇന്റഗ്രൽ 0 to t
എഫ് ഓഫ് ടി ഡി ടി ഇതെന്തായിരുന്നു നമ്മളുടെ ഇത് ഈക്വൽ ടു 1/s ടൈംസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിരുന്നു. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ്. അപ്പൊ ഇതാണ് റിക്വയർഡ് റിലേഷൻ. ഓക്കെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഫോർമുലയാണ്. നെക്സ്റ്റ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്തിനാണ് കണ്ടോ? ഓക്കെ, ഇതിന്റെ ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചോദിച്ചു. ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാവുന്നതായിരുന്നു. അപ്പൊ 3/, ഇതെങ്ങനെ വരിക? 3/s പുറത്തെടുത്ത് 3/s ടൈംസ് s സ്ക്വയർ പ്ലസ് 1. ഇത് എനിക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ a/s പ്ലസ് നെക്സ്റ്റ് ടേം bs പ്ലസ് c/s സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഇങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യണം. ഇതിനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളെ ഫോർമുലയിൽ നോക്കിയാൽ കാണാം L ഇൻവേഴ്സ് ഓഫ് 1/s ടൈംസ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമുക്കറിയാം. ഓക്കെ, നമുക്കറിയാം. അപ്പൊ ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇതിന് നമുക്ക് ഇസ് ഈക്വൽ ടു 1/s ടൈംസ് എഫ് ഓഫ് എസ് എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് എസ് എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്തായിരിക്കും? 3/s സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇനി ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം L ഇൻവേഴ്സ് ഓഫ് നമ്മൾ സ്മോൾ എഫ് നമുക്ക് ആവശ്യമുണ്ട്. ഫോർമുലയിൽ നമുക്ക് സ്മോൾ എഫ് ആവശ്യമുണ്ട്. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്? ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 3/s സ്ക്വയർ പ്ലസ് 1. ഇനി ഇതെന്താണ്? ഈക്വൽ ടു 3 പുറത്തേക്ക് എടുക്കാം. L ഇൻവേഴ്സ് 1/s സ്ക്വയർ പ്ലസ് 1. ഞാൻ വീണ്ടും ഫോർമുലയിലേക്ക് പോകുന്നില്ല. ഇത് സൈൻ ടി ആണ് വരിക. മുമ്പ് എവിടെയോ എഴുതിയിരുന്നു. ഓക്കെ, ഇത് പോസിറ്റീവ് ആണ് എഴുതിയിട്ടുള്ളത്. സൈൻ ടി ആണ് വരിക. ഇത് സൈൻ ഒമേഗ ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ω/s സ്ക്വയർ പ്ലസ് ω². ഈ കേസിൽ ω = 1 ആണ്. ദിസ് ഈക്വൽ ടു 3 സൈൻ ടി എന്ന് കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? L ഇൻവേഴ്സ് ഓഫ് 1/s എഫ് ഓഫ് എസ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ 0 to t എന്താ പറയുക? 3 സൈൻ ടി ഡി ടി. ഓക്കെ, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫൈനലി -3 cos t -3 cos t പ്ലസ് 3 അല്ല, -3 cos t പ്ലസ് 3 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ലിമിറ്റ്സ് ഒക്കെ വാലിഡേറ്റ് ചെയ്ത് നോക്കാം. ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടി. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് ഈ 1/s ടൈംസ് എഫ് ഓഫ് എസ് ഈ രീതിയിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, പല എക്സാമ്പിൾസും ഉണ്ട് ഇതിൽ. ഓൾറെഡി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 1/s സ്ക്വയർ പ്ലസ് 4s എന്നൊക്കെ കാണുമ്പോൾ 1/s എന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1/s പ്ലസ് 4 നമുക്ക് വന്നു. എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാൻ പോയി. എന്താണ് കിട്ടിയ? e⁻⁻40 കിട്ടി. നമുക്ക് ഡയറക്റ്റ്ലി പിന്നെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ പല ചോദ്യങ്ങളും ഇതിലുണ്ട്. നോക്കിയാൽ മതി. ഓക്കെ, ഫോർമുല ഓർമ്മ വേണം ഇതെല്ലാം. നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോംസ്. ഓക്കെ, L ഓഫ് സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ L ഓഫ് ടി ടൈംസ് എഫ് ഓഫ് ടി എന്തായിരിക്കും? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫസ്റ്റ് കേസിന്റെ ചെയ്യാം. 0 to ഇതല്ലേ. ഇനി d/ds ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്താ കിട്ടുക എനിക്ക്? d/ds ഓഫ് d/ds ആണ്, ശ്രദ്ധിക്കണം, d/dt അല്ല. അപ്പോൾ ഇവിടെ e⁻−st മാത്രമാണ് s വെച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? 0 to ∞ ഉണ്ടായിരിക്കും. പിന്നെ e⁻−st ഒരു ടേം e⁻x ഡെറിവേറ്റീവ് അത് തന്നെയാണ്. പിന്നെ -st ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s എന്ന് പറഞ്ഞാൽ -t കിട്ടും. എഫ് ഓഫ് ടി ഡി ടി. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ e⁻−st ടൈംസ് t ടൈംസ് എഫ് ഓഫ് ടി. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ട റിലേഷൻ? ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഇതാണ് നമുക്ക് വേണ്ട റിലേഷൻ. L ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഓഫ് d/ds ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സിമിലർലി ഞാൻ ഇങ്ങനെ വീണ്ടും ഡെറിവേറ്റീവ് എടുത്താൽ പ്ലസ് മൈനസ് മാറിക്കൊണ്ടിരിക്കും.
കാരണം എനിക്ക് ഇ പവർ മൈനസ് എസ് ടി ആണുള്ളത്, അപ്പം പ്ലസ് മൈനസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എൻ ടൈംസ് എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 1 പവർ എൻ ടൈംസ് dn by ds പവർ എൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഓക്കെ, ഇതുവഴി നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഡയറക്ട്ലി ടി പവർ എൻ ടൈംസ് എഫ് ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം തന്നെ ചെയ്യാം. പ്രീവിയസ്ലി ചോദിച്ച പ്രോബ്ലം തന്നെ ചെയ്യാം. എൽ ഓഫ് സൈൻ എ ടി എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ അല്ലേ? എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. ഇനി എൽ ഓഫ് ടി സ്ക്വയർ. ഓക്കെ, ഇതിന് രണ്ടോട്ടം ഡെറിവേറ്റീവ് എടുക്കും. ഡി ബൈ ഡി എസ് ഓഫ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? എ ബൈ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഡെഫിനേഷൻ. ഓക്കെ, ഇത് എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് ഫോമിലാണ്. അപ്പോൾ അതിൽ മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ടേം വരും. കഴിഞ്ഞിട്ടില്ല, ടൈംസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരും വിത്ത് റെസ്പെക്ട് ടു എസ്. അത് വരും 2s വരും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ബാക്കി നോക്കാവുന്നതാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. ഫൈനലി നമുക്ക് ഇക്വേഷൻ എന്താണ്? എൻ ടൈംസ് ടി സ്ക്വയർ സൈൻ എ ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് പ്ലസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി. ഓക്കെ, നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ് കേട്ടോ ഇതിന്റെ ആൻസർ. മെത്തേഡ് ഇതാണ്. എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ വേറെ? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നെടുത്ത് ചെയ്യാം. നല്ലൊരു ഷിഫ്റ്റിംഗ് ഒപ്പം വരുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഓക്കെ, നൈസ്. ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ടൈംസ് ഇ പവർ മൈനസ് ടി കോസ് ടി. ഇതിൽ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇ പവർ മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, കോസ്റ്റിയും കൊണ്ടും 3 ടേംസ് ഉണ്ട്. കോസ്റ്റിനെ 2 ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ്റ്റി എന്താണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇനി ഇതിന്റെ എൽ ഓഫ് ടി കോസ്റ്റി എന്ത് വരും? എൽ ഓഫ് ടി കോസ്റ്റി പറഞ്ഞാൽ മൈനസ് ഡി ബൈ ഡി എസ് ടൈംസ് എൽ ഓഫ് കോസ്റ്റി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഈ ഫോർമുല അപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്തു, ഫൈനൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇതുവരെ ഓക്കെ ആണ്. ഇനി നമുക്കൊരു ഇ പവർ മൈനസ് ടി എന്തായാലും ടേം ഉണ്ടായിരുന്നു. ഇ പവർ മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യും. ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമുക്കറിയാം എൽ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ എ ടി ടൈംസ് എഫ് ഓഫ് ടി എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ, ക്യാപിറ്റൽ എഫ് എഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആയിരുന്നു. അപ്പൊ ഞാൻ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്? എൽ ഓഫ് ടി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്നൊരു ഇ പവർ മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ എ ഈക്വൽ ടു -1 ആണ്. അപ്പൊ എസിന്റെ സ്ഥാനത്ത് ഞാൻ എസ് പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നോക്കിയാൽ കാണാം. ഇവിടെ ഉണ്ടായിരുന്നത് എച്ച് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. എസിന്റെ സ്ഥാനത്ത് എസ് പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്തി. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ടി ഇ പവർ മൈനസ് ടി സൈൻ ടി, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതേ മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സൈൻ ടീന്റെ നമുക്കറിയാം, ടി സൈൻ ടീന്റെ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ഇ പവർ മൈനസ് ടി ടൈംസ് ടി സൈൻ ടീന്റെയും ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, ഇത് മുമ്പ് ചോദിച്ചതാണ്. ഇത് വേറെ മെത്തേഡ് ബൈ ഡിഫറൻസിയേഷൻ ഓഫ് എൽ ഓഫ് ഇ പവർ എ ടി. ഈ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൽ ഓഫ് ഇ പവർ എ ടി എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് മൈനസ് എ ആയിരുന്നു. ഡി ബൈ ഡി എസ് ഓഫ് 1 ബൈ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു -1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. പിന്നെ
d by ds square of this thing is equal to okay കാരണം 2 by s minus a whole cube ആണ്. അതേപോലെ d by ds cube of this thing is equal to minus 3 times 2 by s minus a whole power 4 ആണെന്ന് കാണാം. നിങ്ങൾക്കൊരു പാറ്റേൺ ഇതെന്ന് മനസ്സിലാവും. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മൾ ഫോർമുലയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എൽ ഓഫ് ടി പവർ എൻ ടൈംസ് ഇ പവർ എ ടി അപ്ലൈ ചെയ്ത് നോക്കാൻ ഫോർമുല അപ്ലൈ ആണെങ്കിൽ ഇസ് ഈക്വൽ ടു -1 പവർ എൻ ടൈംസ് nth ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് ഇ പവർ എ ടിന്റെ. ഓക്കെ, ഇ പവർ എ ടി. ഓക്കെ, ഇതില് ക്യൂബിന്റെ കേസിൽ മൈനസ് വരുന്നുണ്ട്. അപ്പൊ -1 പവർ 3 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൈനസ് വരും. അപ്പൊ നെഗറ്റീവ് നമുക്ക് അവിടെ നോക്കേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ആയി പോകും. ഇത് ഓഡ് ടേംസിന്റെ കേസിൽ നെഗറ്റീവ് ഇതിലുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇവിടെ ഓഡ് ടേംസിൽ നെഗറ്റീവ് വരുന്നുണ്ട്. ഒരു വട്ടം ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു ക്വാണ്ടിറ്റി, രണ്ടാമത്തേൽ പോസിറ്റീവ് ആയി മാറി. അപ്പൊ നെഗറ്റീവിന്റെ കേസ് പ്രശ്നമില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അവിടെ 2 വന്നു, 3 times 2 വന്നു, അതിനുശേഷം 4 times 3 times 2 വരും. ഇത് ജസ്റ്റ് 3 ഫാക്ടോറിയൽ ആണ്, -3 ഫാക്ടോറിയൽ. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൂവ് ചെയ്യാവുന്നതാണ് n ഫാക്ടോറിയൽ ബൈ s മൈനസ് ഹോൾ പവർ n പ്ലസ് 1 ആണ് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ വാരിയേഷൻ ഓൾറെഡി വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചിട്ടും ചെയ്യാം. എൽ ഓഫ് ടി പവർ എൻ അറിയുന്ന സ്ഥിതിക്ക് അറിയാം. അതിനുശേഷം ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഓഫ് എസ് എന്ന് വിളിക്കാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണുമ്പോൾ അതിന് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് ദിസ് ഈസ് ഈക്വൽ ടു ഞാൻ സ്മോൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് ഒരു ഇക്വേഷൻ അറിയാമായിരുന്നു. എൽ ഓഫ് ടി പവർ എൻ ടൈംസ് എഫ് ഓഫ് ടിന്റെ ഇക്വേഷൻ അറിയാം. നമുക്കിവിടെ എൽ ഓഫ് ടി പവർ എൻ ആവശ്യമില്ല, എൽ ഓഫ് ടി ടൈംസ് എഫ് ഓഫ് ടി. ഇതെന്തായിരുന്നു? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് L of sorry, L of f അല്ലെങ്കിൽ f of s എഴുതാം. d by ds of f of s. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ഇതുവഴി എനിക്ക് എഫ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? എഫ് ആണ് നമുക്ക് കാണേണ്ടത്, ഇതാണ് കാണേണ്ടത്, സ്മോൾ എഫ്, വിച്ച് ഇംപ്ലൈസ് t times f of t equal to minus inverse transform of d by ds of f of s implies small f of t equal to minus 1 by t times inverse transform of d by ds of f of s. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? എഫ് ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എഫ് ഓഫ് എസ് ഈ കേസിൽ എന്താണ്? കുറച്ച് ഓക്കെ, ലോഗ് ആണ്. ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡി ബൈ ഡി എസ് ഓഫ് ദിസ് തിങ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ വരും. കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഈ ഓക്കെ. ഇനി ഇത് ഞാൻ 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയറിനെ ഞാൻ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്ന് എഴുതാണ് ആവശ്യമുണ്ട്. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ഡിനോമിനേറ്റർ, മൈനസ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് multiplied by numerator whole divided by s square and the square of s power 4 എന്ന് വരും. Okay, this is equal to finally എന്ത് കിട്ടി? s square by s square minus a square times
2s cube by s power 4 minus 2s times s square minus a square times s power 4. ഇങ്ങനെ കിട്ടും. ഇത് ഇനി ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ എത്ര ടേം എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയോ കാൽക്കുലേഷനിൽ? ഓക്കെ, മിസ്റ്റേക്ക് വന്നില്ല. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2s by s square minus a square. ഓക്കെ, മിസ്റ്റേക്ക് വന്നിട്ടില്ല. മൈനസ് s square minus a square ക്യാൻസൽ ചെയ്ത് പോകും ഇവിടുന്ന്. സോ ഫൈനലി വിൽ ബി ലെഫ്റ്റ് വിത്ത് minus 2 by s. ഇനി ഈസിലി നിങ്ങൾക്ക് L ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തൂടെ? L inverse of 2s by s square minus a square minus L inverse of 2 by s. This is equal to 2 times ഫോർമുല ഓർമ്മ ഉണ്ടെങ്കിൽ നന്ന്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. കോസ് ഹൈപ്പർബോളിക് 80 ആണിത്. കോസ് ഹൈപ്പർബോളിക് ഓർമ്മ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫോർമുലെങ്കിലും ഓർമ്മ വേണം കേട്ടോ. ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇതാണ് ഡെഫിനിഷൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലീനിയാരിറ്റി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് HAT മൈനസ് എന്ത് വരും? -2 എന്ന് വരും. ഓക്കെ അല്ലെ? L ഇൻവേഴ്സ് ഓഫ് 1 by s എന്താണ്? ഇൻവേഴ്സ് ട്രാൻസ്ഫോം 1 by s എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഫൈനലി ആൻസർ എന്താ വരിക? നമുക്ക് ഇക്വേഷനോടെ പോയി ഇതായത് നമുക്ക് ഫൈനലി ഉണ്ട് ഇക്വേഷൻ f of t കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇക്വേഷൻ f of t equal to -1/t ടൈംസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് d by ds of f of s. അപ്പോൾ f of t എന്ത് വരും? f of t equal to 1/t times 2 minus 2 cos HAT. ഇങ്ങനെ കിട്ടും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് എന്തെങ്കിലും ഫോർമുല ഏതാണ് ഉപയോഗിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് റെസ്പോൺസ് ഇല്ലല്ലോ. അതെ സാർ, ആ ഇത് പാർട്ടിസിപ്പേഷൻ നല്ല കുറവാണല്ലോ. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ഇനി അവരുണ്ടെന്നുണ്ടെങ്കിൽ അവര് മെസ്സേജ് ചെയ്തോളും, ടെക്സ്റ്റ് ചെയ്തോളും. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ഒരു ടോപ്പിക് കൂടിയേ ഉള്ളൂ. ഓക്കെ എന്നാ എന്തായാലും തീർത്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ശ്രീഹരി, ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇവിടെ തന്നെ ക്ലിയർ ആക്കിയിട്ട് പോവാം. കുറെ ക്വസ്റ്റ്യൻസ് ഇതിനുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ലാസ്റ്റ് ടോപ്പിക് ഇന്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോംസ്. ഇതില് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ഫോർമുല ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t by t എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി ഓഫ് f of s ds, ക്യാപിറ്റൽ F of s ds. ഈ രീതിയിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നേരത്തെ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അത് ഓൾറെഡി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം. ബാക്കി എക്സാമ്പിൾസ് സിമിലർലി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ലോഗ് ഒക്കെ വരുന്ന കേസിൽ ഈ ഫോർമുല ഉപയോഗിക്കാറുണ്ട്. ലോഗ് ഓഫ് 1 + ω² s സ്ക്വയർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്തായിരുന്നു കാണാണ്ടത്? സെയിം ക്വസ്റ്റ്യൻ. ഇതാണ് എക്സാമിന് ചോദിച്ചത്. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് ഓഫ് 1 - a² / s². അതിന്റെ ആൻസർ ഓക്കെ കറക്റ്റ് ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ അത് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം ഇതിൽ ചെയ്തത് എവിടെ പോയി? ഓക്കെ, ഇത് ചെയ്തത് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ വ്യത്യാസം എന്താ വന്നതെന്ന് വെച്ചാല് നമ്മളവിടെ നേരത്തെ അസ്യൂം ചെയ്തത് f of s നെ ഈക്വൽ ടു ലോഗ് ഓഫ് ആ ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ്. പക്ഷെ ഇവിടെ അസ്യൂം ചെയ്തത് അവർ ഈ ഒരു s ടു ഇൻഫിനിറ്റി, ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി f of s നെ എന്തായിട്ട് എടുത്തു? ലോഗ് ഓഫ് ആ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തു. എന്നിട്ട് ചെയ്യുന്നത് സെയിം മെത്തേഡാണ്, ഡിഫറൻഷിയേഷൻ തന്നെയാണ് ചെയ്യുന്നത്.
ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കണം. ലോഗ് ഓഫ് 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇത് തന്നെയാണ് ചെയ്യേണ്ട മെത്തേഡ്. പക്ഷേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വ്യത്യാസം വരിക? ഈ ഫോർമുല വെച്ചിട്ട് ഞാൻ പറയാം. ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. ഇതെന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൽ ഓഫ് ടി ടൈംസ് എഫ് ഓഫ് ടി ബൈ ടി. നേരത്തെ ഡിഫറൻഷിയേഷൻ ഫോർമുല തന്നെയാണ്. അത് ഞാൻ RHS LHS ഒന്ന് മാറിയെന്ന് മാത്രം. ഓക്കെ, നേരത്തെ ഡിഫറൻഷിയേഷൻ ഫോർമുല വെച്ചിട്ട് എന്തായിരുന്നു? എൽ ഓഫ് ടി ടൈംസ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സെയിം ഫോർമുലയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഞാൻ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി, മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഈ കേസിൽ നമുക്ക് ഡി ബൈ ഡി എസ് ഓഫ് ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടും. ഇതുവഴി ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ് നമ്മൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതുവഴി നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കാം. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താൽ എൽ ഇൻവേഴ്സ് ഒക്കെ എടുത്താൽ ഫൈനലി നമുക്ക് എഫ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് ടി മെത്തേഡ് സെയിം ആണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. സെയിം മെത്തേഡ് വെച്ചിട്ട് അവര് സെയിം മെത്തേഡ് വെച്ചിട്ട് എഫ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം. നമുക്ക് നേരത്തെ പറഞ്ഞൊരു 1/t ടേം മിസ്സിംഗ് ഉണ്ട്. 2 മൈനസ് 2 ടൈംസ് കോസ് എച്ച് എ ടി. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് ടി ബൈ ടി എടുക്കേണ്ടി വന്നത്? കാരണം നമ്മൾ അസംഷന്റെ വ്യത്യാസമാണ്. നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ടായിരുന്നു അസ്യൂം ചെയ്തത്, ലോഗ് ഓഫ് 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ. പക്ഷെ ഇവിടെ നമ്മൾ ഇന്റഗ്രൽ ഇതിനെയാണ് ഞാൻ ലോഗ് ഓഫ് 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിട്ട് അസ്യൂം ചെയ്തത്. ഇനി ഇതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണ് വരിക? ഫോർമുല നോക്കിയാൽ കാണാം. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ബൈ ടി ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു എഫ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡ് വഴിയാണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ നേരത്തെ ഡെറിവേറ്റീവ് എടുത്തു, ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്തു. ഡെറിവേറ്റീവ് എടുത്ത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കാം. ഒരു മൈനസും കൂടി വരും ടേമിൽ. ഫൈനലി ബൈ ടി ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 2/t ടൈംസ് 1 മൈനസ് കോസ് ഹൈപ്പർബോളിക് എ ടി എന്ന് കിട്ടി. ഇതേപോലെ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന. ഇത് ഒന്നുകൂടി എളുപ്പമുള്ള എക്സാമ്പിൾ, ലോഗ് ഒന്നും ഇൻവോൾവ് ആവുന്നില്ല. 1/s മൈനസ് 3 ഹോൾ ക്യൂബ്. ഓക്കെ, ഇതിലും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഏത് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാറും, ഇതിന്റെ അസ്സംഷൻ മാറും. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി ഞാൻ നോട്ട്സിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, പറ്റുന്നത്ര ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ടോപ്പിക്സ് ഒക്കെ. എക്സാമ്പിൾസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളൂ. ഓക്കെ.